അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലോട്ട് തലേ ദിവസം തന്നെ ഒരു അര കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ചെറിയ ക്യാരറ്റും കൂടി ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. പൊടികളായിട്ട് ചേർക്കുന്നത് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. മല്ലിപ്പൊടി ഒരിക്കലും കൂടി പോകരുത്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം മതി. ഇനി ഇതിലോട്ട് എരിവിന് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കറിയിൽ പച്ചമുളകോ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഗ്രീൻ പീസ് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂസും പിന്നെ വെള്ള കസ്കസ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു പേസ്റ്റ് പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അരച്ച് വന്ന സമയം കൊണ്ട് നമ്മളുടെ ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് കടുകും കറിവേപ്പിലും കൂടി താളിച്ചതിന് ശേഷം നമ്മൾ കറി ഉണ്ടല്ലോ, ഗ്രീൻ പീസ് കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരണം. അപ്പോൾ ഈ കറി ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പൊഴിച്ചിട്ടുണ്ട്. അരപ്പൊഴിച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കും വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ട കറി ഒരുവിധം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മല്ലിയില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.